2024 ജാനുവരി മാസം മുതൽ 2024 ഡിസംബർ 31 വരെയുള്ള ഫലങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നത്. അത്ത നക്ഷത്രം. ഈ അത്ത നക്ഷത്രം കന്നിക്കൂറിലുള്ള നക്ഷത്രമാണ്. 2024 ഏപ്രിൽ മാസം കഴിയുന്നത് വരെ അവർക്ക് അഷ്ടമത്തിലാണ് വ്യാഴം വന്ന് നിൽക്കുന്നത്. അപ്പം അഷ്ടമത്തിലെ വ്യാഴം നമുക്ക് എപ്പോഴും പറയും മുറവിളി കൂട്ടുന്നു, നമുക്ക് എപ്പോഴും ടെൻഷൻ ഉണ്ടാക്കും. അപ്പോൾ അതൊക്കെ മാറി നമുക്ക് ഏപ്രിൽ കഴിഞ്ഞ് മെയ് മാസം 1 കൂടി മുറവിളിയൊക്കെ കഴിഞ്ഞ് വ്യാഴം 9 വരുന്നത്. ഭാഗ്യസ്ഥാനത്താണ് വരിക. അപ്പോൾ ഭാഗ്യസ്ഥാനത്തേക്ക് വരുമ്പോൾ നമുക്ക് എല്ലാ കാര്യങ്ങളും ഇത്തിരി കൂടി സ്മൂത്തായിട്ട് കാര്യങ്ങളൊക്കെ നടക്കും. സാമ്പത്തികമായിട്ട് എല്ലാ ബിസിനസ്സും, അതായത് നമ്മുടെ ഭൂമിപരമായിട്ടുള്ള ബിസിനസ്, പുതിയ എന്തെങ്കിലുമൊക്കെ ഒരു ബിസിനസ് ഇട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ വ്യാഴം മാറുമ്പോൾ ഏറ്റവും നല്ല ഭാവത്തിലേക്കാണ് ഈ കന്നിയിൽ നിൽക്കുന്ന അത്ത നക്ഷത്രക്കാർക്ക് വരുന്നത്. പിന്നെ ഇവർക്ക് രോഗം 7ാം ഭാവമാണ് നിൽക്കുന്നത്, രാഹു നിൽക്കുന്നത്. അപ്പം പിന്നെ ഇത് രാഹു 7 മാത്രമല്ല, അത് കളത്രഭാവമാണ്, ഭാര്യ ഭർത്താവ് എന്നുള്ള ഭാവം കൂടിയാണ്. അപ്പോൾ സാമ്പത്തികമായിട്ട് ഇപ്പോൾ ഇല്ലായ്ക വരുമ്പോൾ അവർ തമ്മിലുണ്ടാവുന്ന കുടുംബത്തിലുണ്ടാവുന്ന കലഹങ്ങളൊക്കെ ഉണ്ടാവാനൊക്കെ ഈ നക്ഷത്രക്കാർക്ക് കൂടുതലുള്ള സമയമാണ്. അതൊക്കെ സൂക്ഷിക്കേണ്ട ഒരു കാലഘട്ടമാണ്. പിന്നെ വിദേശത്ത് പോകുന്നവർക്ക്, വിദേശത്ത് പോയി തൊഴിൽ, പഠനം, അവരെയൊക്കെ ഉള്ളവർക്ക് ഈ ഒരു 4 മാസം മാത്രമാണ് ഇത്തിരി ബുദ്ധിമുട്ടുണ്ടാവുള്ളൂ. അപ്പം അവിടെ ചെന്നിട്ട് ബുദ്ധിമുട്ടുകൾ കാണുമ്പോൾ അവിടെ നിന്ന് വേഗം തിരിച്ച് നാട്ടിലേക്ക് തന്നെ വരിക എന്ന് തോന്നിക്കേണ്ട കാലമല്ല. എന്നുവെച്ചാൽ ഏപ്രിൽ കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു നല്ല സമയമുണ്ട്, അവിടെ സമയം നോക്കിയിരിക്കുന്നുണ്ട്. നമുക്ക് വ്യാഴം 9 വരുന്നത്. അപ്പം പെട്ടെന്നായിരിക്കും, ഒരു മിറാക്കിൾ പോലെയൊക്കെ ആയിരിക്കും നമുക്ക് പുതിയ തൊഴിലും മറ്റുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ മുന്നോട്ട് വരിക. സ്ത്രീകളെ സംബന്ധിച്ചാണെങ്കിലും ഇവർ കൂടുതൽ ഭാര്യ ഭർത്താവ് തമ്മിലുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടാവാതെ നമ്മുടെ സാമ്പത്തികമായ വിഷയങ്ങളിലേക്ക് ശ്രദ്ധിക്കുക. ഇപ്പോൾ ഒരു 4 മാസം നിങ്ങൾക്ക് ഇത്തിരി ബുദ്ധിമുട്ടുണ്ടെങ്കിലും നിങ്ങൾക്ക് പിന്നെയുള്ള കാലഘട്ടത്തിൽ, അതായത് പിന്നെ ഈ വരുന്ന മെയ് മാസം മുതൽ നിങ്ങൾക്ക് നല്ലൊരു സമയമാണ് വന്നിരിക്കുന്നത്. നിങ്ങളുടെ സ്ത്രീകളുടേതായിട്ടുള്ള ബിസിനസ്സായാലോ കാർഷികപരമായ കാര്യങ്ങളാണെങ്കിലും ഒക്കെ നല്ലതാണ്. പിന്നെ വാഹനാദികൾ ഓടിക്കുന്നവർ വളരെ സൂക്ഷിക്കണം. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രാഹു ആണ് നിൽക്കുന്നത്. രാഹു എപ്പോഴും ഖണ്ഡകാരകനും കൂടിയിട്ടാണ്. രാഹു കേതു നിങ്ങളുടെ കൂടെ നിൽക്കുകയാണ്. അതായത് കന്നിക്കൂറിൽ കൂടെ നിൽക്കുന്ന കേതു ആയതുകൊണ്ട് എപ്പോഴും നമ്മളെ അപകടങ്ങൾ ഉണ്ടാക്കാനും ആക്സിഡൻറ്റ് പോലുള്ള കാര്യങ്ങൾ ഉണ്ടാക്കാനും അല്ലെങ്കിൽ കുടുംബത്തിൽ തന്നെ ആർക്കെങ്കിലും രോഗങ്ങൾ ഉണ്ടാക്കി നമ്മൾ ആശുപത്രിവാസം ഉണ്ടാക്കാനൊക്കെ ഈ കേതു ശ്രമിക്കുന്നതാണ്. അപ്പോൾ എപ്പോഴും നമ്മൾ ഈശ്വരഭജനം നടത്തേണ്ടത് ഏറ്റവും ആവശ്യമാണെന്നാണ് പറയാം. കുട്ടികളെ സംബന്ധിച്ചാണെങ്കിലും രാഹു 7 നിൽക്കുമ്പോൾ അവർ പഠിച്ചതൊക്കെ ഓർമ്മക്കുറവ് വരും. അപ്പം നമ്മൾ വിചാരിക്കും എന്താണാവോ എന്നൊക്കെ. അപ്പോൾ ഈ രാഹു ആണ് 7 നിൽക്കുന്നത്. അപ്പം അതുമ്പോൾ ഓർമ്മ നമുക്ക് വളരെയധികം കുറയും. അപ്പോൾ അതിനൊക്കെ പറ്റത്തക്ക വഴിപാടുകളൊക്കെ ചെയ്യാം. പിന്നെ അഷ്ടമത്തിൽ പൈസ ചിലവാക്കുക, കുട്ടികൾ കൂടുതൽ ധനം ചിലവാക്കും. അപ്പോൾ അവരെന്തിനാണത് ഇത്രയും വാങ്ങുന്നതെന്ന് നമ്മൾ മാതാപിതാക്കൾ വളരെയധികം ശ്രദ്ധിക്കണം. അത് ഏപ്രിൽ കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരിലും മാറ്റങ്ങൾ വരുന്നതാണ്. അത്ത നക്ഷത്രക്കാരെ സംബന്ധിച്ച് ഈ ഒരു വർഷം നമുക്ക് ഏപ്രിൽ കഴിഞ്ഞ ഏറ്റവും നല്ലൊരു സമയമാണ് വന്നിരിക്കുന്നത്. വീട് വയ്ക്കാനും പിന്നെ പുതിയ ഭൂമി മേടിക്കാനും ഒക്കെ ഒരു നല്ല സമയമാണ്. പിന്നെ നിങ്ങളുടെ ഗ്രഹനിലയിൽ നിങ്ങൾക്ക് ഇപ്പോഴുള്ള ദേശകാലങ്ങളൊക്കെ നോക്കി അനുയോജ്യമായൊരു സമയമാണ്. അപ്പോൾ അതും കൂടിയൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് കൃഷ്ണൻ്റെ അമ്പലത്തിൽ പോവുക, പറ്റത്തക്ക വഴിപാടുകൾ ചെയ്യുക, പാൽപ്പായസം കൊടുക്കുക. ഏറ്റവും കൃഷ്ണനെ ഗുരുവായൂർ പോവുകയാണെങ്കിൽ നിങ്ങൾ ദേവിക്ക് ഒരു അഴൽ എന്ന് പറഞ്ഞ നിവേദ്യമുണ്ട്, അത് കൊടുക്കുക. ശിവൻ്റെ അമ്പലത്തിൽ പോയിട്ട് രുദ്രാഭിഷേകം കൊടുക്കുക. 6 ശനീശ്വരൻ നിൽക്കുന്നത്. രാഹു 7 നിൽക്കുന്നത് കൊണ്ട് ആയില്യപൂജ കൊടുക്കുക. നവഗ്രഹങ്ങളുടെ അമ്പലത്തിൽ പോയിട്ട് രാഹുവിനും കേതുവിനും വ്യാഴത്തിനും നമ്മൾ പട്ടും കൊടുക്കുക. ഇവർക്ക് പൂജയൊക്കെ സമർപ്പിക്കുമ്പോൾ ഉഴുന്നില്ലേ, കറുത്ത ഉഴുന്ന് സമർപ്പിക്കുന്നത് ഏറ്റവും നല്ലതാണ്. എന്ന് വെച്ചാൽ ഈ അഷ്ടമത്തിൽ വ്യാഴം വരിക, 7 രാഹു വരിക, ഇങ്ങനെയൊക്കെ വരുമ്പോൾ കറുത്ത ഉഴുന്നവും കറുത്ത വസ്ത്രവും ദാനം കൊടുക്കുന്നത് നല്ലതാണ്. അപ്പോൾ അവിടെ സമർപ്പിക്കാൻ നമുക്ക് സാധിക്കും നവഗ്രഹങ്ങളുടെ അമ്പലത്തിൽ. അപ്പോൾ അതൊക്കെ കൊടുക്കുന്നത് അത്ത നക്ഷത്രക്കാർക്ക് ഏറ്റവും നല്ല ശോഭന ഫലങ്ങൾ ഉണ്ടായിരിക്കുന്നതാണ്.